പരിശുദ്ധ അമ്മയ്ക്കും ഈശോനാഥനും പരിശുദ്ധ അമ്മ ആൾത്താരി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരി സാക്ഷ്യം പറയുവാൻ എനിക്ക് അനുഗ്രഹം തന്നതിനോർത്ത് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബേബി. ഞാൻ കൊരട്ടിയിൽ നിന്ന് വരുന്നു, സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ചിൽ നിന്നും. ഇതെൻ്റെ മൂത്ത മകൾ റോസ്മേരി, രണ്ടാമത്തെ മകൾ ആൻമരിയ. ഞാൻ 2022 ഉടമ്പടി എടുത്തിരുന്നു. എൻ്റെ വീട്ടിൽ വളരെയധികം വിഷമിക്കുന്ന ഒരവസ്ഥയുണ്ടായി. 18 വർഷത്തോളം ഞാൻ ഒരു കേസിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു. ഞാൻ ഉടമ്പടി രണ്ടാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ മാതാവിനോട് വെച്ചിരുന്നു ഉടമ്പടിയിൽ എൻ്റെ വീടിൻ്റെ ഈ സ്ഥലത്തിൻ്റെ കേസ് അവസാനിക്കാനായിട്ട് മാതാവ് ഇടപെടണമെന്ന്. സിവിൽ കോടതി മുതൽ ഹൈക്കോടതി വരെ ഞാൻ പോകേണ്ടി വന്നു. എൻ്റെ സ്ഥലത്തിൽ നിന്നും അടുത്ത വീട്ടുകാർക്ക് വീടിൻ്റെ മുൻവശം വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു കേസ്. അങ്ങനെ 18 വർഷം ഞാൻ ഓരോ രാത്രിയും ഈ കേസ് വരുമ്പോൾ കഴിച്ചു കൂട്ടിയ മാനസിക വിഷമങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീട് വഹിച്ചു കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഞാൻ ഹൈക്കോടതിൻ്റെ അളവ് വന്നു. ഞാൻ വെളുപ്പിന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി 5:30 മണിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പ് എടുത്ത് കയ്യിൽ പിടിച്ചു. ഈ ഉപ്പ് അളക്കുന്ന ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ മുറ്റത്ത് ഇട്ടു. ഇതിൽ നിന്നും 1 ഇഞ്ച് പോലും സ്ഥലം പോവാതെ പരിശുദ്ധ അമ്മ അളക്കണം. എനിക്ക് കോടതിയിൽ നിന്നല്ല അളക്കേണ്ടത്. എൻ്റെ സ്ഥലം നഷ്ടപ്പെടാൻ പാടില്ല. അമ്മ മാതാവാണ് ഇവിടെ പ്രത്യക്ഷപ്പെടേണ്ടത്. ഇത് മറ്റുള്ള ജനങ്ങൾ അറിയണം. എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കേസായിരുന്നത്. അങ്ങനെ അളവ് വന്നു. 11 മണി നേരത്ത് ഞാൻ അത്ര സമയം വരെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അളവ് വന്നപ്പോൾ ഞാൻ എവിടെയാണ് ഉപ്പിട്ടതെന്ന് വെച്ചാൽ ആ സ്ഥലത്തിൻ്റെ 1 ഇഞ്ച് പോലും നഷ്ടപ്പെടാതെയാണ് ഹൈക്കോടതിയിലെ ആൾക്കാർ അളന്ന് കുറ്റിവച്ചത്. അവിടെ കണ്ടു നിന്നവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. 5 പ്രാവശ്യം കോടതികളിൽ നിന്ന് അളന്നപ്പോഴും ആ സ്ഥലമല്ല കാണിച്ചത്. ഇന്ന് എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞ് എൻ്റെ എതിർകക്ഷി അതിൽ ബാധിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതോടുകൂടി എൻ്റെ കേസ് അവസാനിക്കുകയും എൻ്റെ സ്ഥലത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും നഷ്ടപ്പെടാൻ പരിശുദ്ധ അമ്മ അനുവദിച്ചില്ല. ഇത് അമ്മയുടെ 18 വർഷം നീണ്ടു നിന്ന കേസ് രണ്ടാമത്തെ പുതുക്കലോടുകൂടി എനിക്ക് സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണ് ഇത് ഇടപെട്ടതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ പരമാവധി ജനങ്ങളോട് ഈ സത്യം ഞാൻ തുറന്നു പറയാറുണ്ട്. അതിലെന്നെ എല്ലാവരും വിശ്വസിക്കുന്നു. ഈ അത്ഭുതം. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മകളുടെ പെരപണി തുടങ്ങിയിട്ട് പെരപണിയൊക്കെ ഒരുവിധമായെങ്കിലും അവൾക്ക് താമസിക്കാനുള്ള തടസ്സങ്ങൾ വന്നിരുന്നു. അപ്പോൾ താമസിക്കാൻ വേണ്ടി ഞാൻ മാതാവിനോട് ഇവിടെ ഉടമ്പടിയിൽ വെച്ചു. 2024 ഏപ്രിൽ 30 ഈ പുരയിൽ കയറി താമസിക്കാൻ മാതാവ് അനുഗ്രഹം കൊടുക്കണമെന്ന്. 2024 ഏപ്രിൽ 29 എല്ലാ പണികളും ഭംഗിയായി കഴിഞ്ഞ് പൂർത്തിയാകാനുള്ള എല്ലാ അനുഗ്രഹവും പരിശുദ്ധ അമ്മ മാതാവ് തന്നിരുന്നു. മൂന്നാമതായിട്ട് എൻ്റെ മകൾ കാനഡയിലാണ്. എൻജിനീയറിംഗ് കഴിഞ്ഞ് 2 കൊല്ലത്തെ കോഴ്സ് എടുക്കാൻ പോയിരുന്നു. 2 കൊല്ലത്തെ കോഴ്സും കഴിഞ്ഞു. 3 കൊല്ലത്തെ വർക്ക് പെർമിറ്റും കഴിഞ്ഞു. അവൾക്ക് PR കിട്ടിയില്ല. വളരെയധികം വിഷമത്തിലാണ് അവൾ. വീണ്ടും എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു. 6 മാസമായി അവൾ PR ഇല്ലാതെ തിരിച്ചു പോരേണ്ട അവസ്ഥയിൽ ടിക്കറ്റ് എടുത്ത് പോരാനുള്ള അവസ്ഥകളൊക്കെ ആയി. അവളൊരു പുതിയ കോഴ്സിന് അപേക്ഷിച്ചിട്ട് 6 മാസമായി. അതിനും ഒരു മറുപടി കിട്ടിയില്ല. അങ്ങനെ ഞാനൊരു ദിവസം പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഒരു കൃപാസന പത്രം കിട്ടി. ഞാൻ ആ പത്രം വീട്ടിൽ കൊണ്ടുവന്ന് രാത്രി എന്നെ വാതിലടച്ചിട്ട് വായിക്കുകയാണ് 7 മണി നേരത്ത്. ഞാൻ ഈ പത്രത്തിലെ സാക്ഷ്യങ്ങൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടേ ഇന്ന് ഞാൻ കിടക്കുള്ളൂ. അതിക്ക് മുമ്പ് അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു വഴി എൻ്റെ മകൾക്ക് തുറന്നു കൊടുക്കണം അവിടെ നിൽക്കാനായിട്ട് എന്ന് കണ്ണുനീരോടുകൂടി മുട്ടുമെന്ന് ഞാൻ ആ മുറി അടച്ചിട്ടിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു. 5ാമത്തെ സാക്ഷ്യം വായിച്ച് തീരുന്ന മുമ്പേ എൻ്റെ മോളുടെ രാത്രി 7:30 മണിയായിട്ടുള്ളൊരു ഫോൺ വരാണ്. അപ്പോൾ ഞാൻ എന്താണാവും മാതാവി അവൾ ഈ നേരത്ത് വിളിക്കണേന്ന് ചോദിച്ചു. അവൾ പറയാണ് സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും അവൾ പറയാണ്, അമ്മേ എനിക്ക് 2 കൊല്ലത്തെ കോഴ്സിന് അനുവദിച്ച് കിട്ടിയെന്നുള്ള മെയിൽ വന്നേക്കണ്. അപ്പോൾ ഇത് അമ്മ തന്നെ ഇടപെട്ടതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് നന്ദി പറഞ്ഞു മാതാവിനെ കണ്ട്. എൻ്റെ മോൾ ഇനി കാനഡയിൽ നിന്ന് വരുമ്പോൾ നേരിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോലും കയറ്റാണ്ട് അമ്മയുടെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുള്ളൂ. ഇന്ന് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരിട്ടാണ് ഈ കുട്ടീനെയും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അമ്മ ചെറിയ കാര്യങ്ങൾ ഒരുപാട് ഇടപെടുന്നുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനിനി മാതാവിനോട് കടപ്പെട്ടിരിക്കും. എന്നെ സാധിക്കുന്ന കാലം വരെ മാതാവിനോടുള്ള പ്രേക്ഷിത വേലകളും കാരുണ്യ പ്രവർത്തികളും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ ചെയ്യുന്ന ആത്മീയ പ്രവർത്തികൾ ഞാൻ എല്ലാ മാസവും സാധിക്കുമ്പോഴൊക്കെ
ഓർഫനേജുകളിൽ പോയി എന്നാൽ കഴിയുന്നതൊക്കെ അവർക്ക് കൊടുക്കും. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി പൊതിച്ചോറായി ഞാൻ ഹൈവേ കൂടെ നടക്കും. ആരൊക്കെ വഴിയിൽ കാണുന്നു അവർക്കൊക്കെ എൻ്റെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ചോറൊക്കെ എടുക്കും. അവർക്കൊക്കെ ഓരോ പൊതിച്ചോറ് കൊടുക്കും. പിന്നെ കൈ നീട്ടുന്നവർക്കൊക്കെ ഞാൻ എന്നെ കഴിയുന്നതൊക്കെ കൊടുക്കും. പിന്നെ പള്ളികളിൽ പോകും, എല്ലാ വഴിയിലും മാർക്കറ്റിലും സ്റ്റാൻഡിലൊക്കെ ഞാൻ പ്രവർത്തനം പോലെ മാതാവിൻ്റെ പത്രം കൊടുക്കും. സാധിക്കുന്നവരോടൊക്കെ എനിക്ക് കിട്ടിയ അത്ഭുതങ്ങൾ പറയും. പിന്നെ എല്ലാ ദിവസവും കുർബാന മുടക്കില്ല, പ്രാർത്ഥന മുടക്കില്ല. 2-3 കൊന്തയൊക്കെ ചെല്ലും. അരമണിക്കൂർ ബൈബിൾ വായിക്കും. ഉടമ്പടി ധ്യാനം ഒറ്റ ദിവസവും മുടക്കില്ല. പിന്നെ എൻ്റെ മക്കളെയും അതുപോലെ തന്നെയാണ് ഞാൻ വളർത്തിയിരിക്കുന്നത്. ഈ കുഞ്ഞുകുട്ടി പോലും എന്തെങ്കിലും അസുഖം വന്നാൽ പറയും, അമ്മമ്മേ കൃപാസന മാതാവിൻ്റെ ഉപ്പെടുക്ക്, അല്ലെങ്കിൽ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി തൈലെടുക്ക്, അത് തൊട്ടാൽ മാറും. അവളുടെ കൂട്ടുകാരികളോടും ഫ്രണ്ട്സ് എല്ലാവരോടും കൂട്ടി അതാ പറയുള്ളൂ. എന്ത് രോഗം വന്നാൽ ഇതെടുത്താൽ മാറൂടി, ഇത് പറ്റിയ മാറും എന്ന് പറയും. കുട്ടികളും അതിൽ തന്നെ വളരും. കൃപാസന മാതാവിൻ്റെ കൊന്ത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൾ പറയും, എനിക്ക് അതില്ലെങ്കിൽ ഒരു സുഖമില്ല അമ്മമ്മ, എൻ്റെ പത്രം അല്ല എൻ്റെ കൊന്ത എവിടെ അമ്മമ്മ, എൻ്റെ കൊന്ത കാണാണ്ടായി അവൾക്ക് ഉറക്കം വരില്ല. അങ്ങനെ കുട്ടികളെയും ഞാൻ അതിലോടുകൂടി എന്നെ വളർത്തി. ഇനി എൻ്റെ മക്കളും അതോടുകൂടി വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മോൾക്ക് കൊടുക്കാം. എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ സ്റ്റഡി പെർമിറ്റ് അപ്രൂവായി വന്നു. 256 ദിവസമാണ് അവർ പറഞ്ഞിരുന്നത് വെബ്സൈറ്റിൽ. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും വരാതായിരുന്നപ്പോൾ എനിക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായി. അമ്മ ഉടമ്പടി എടുത്ത് ഇവിടെ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അത് 256 എന്നുള്ളത് 6 മാസം എന്ന് തികഞ്ഞു അന്ന് മാതാവ് വെറും 182 ദിവസമായി കുറച്ച്. അന്ന് എൻ്റെ 6 മാസം പൂർത്തിയാവായിരുന്നു. അന്ന് തന്നെ എനിക്ക് വിസ അപ്രൂവായിട്ട് കിട്ടി. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കാനഡയിലോട്ട് അമ്മയോട് പറഞ്ഞിരുന്നു ഇവിടുത്തെ ഇംഗ്ലീഷ് പത്രം അയക്കണമെന്ന്. അവിടെ ഞാൻ എന്നിട്ട് പള്ളിയിൽ പോകും, എല്ലാ സൺഡേയും പള്ളിയിൽ പോകും. പള്ളിയിൽ കുർബാന കഴിഞ്ഞ് അവിടെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഞങ്ങൾ മാതാവിനോടും ഈശോനോടും ഒരുപാട് നന്ദി പറയുന്നു. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷിയായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. സങ്കീർത്തനം 71:16. ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ ശക്തി ദൈവത്തിൻ്റെ പ്രവൃത്തികളിലാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യവും ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തലിലാണ്. ആ മഹത്വപ്പെടുത്തി പ്രഖ്യാപിക്കുന്നതാണ് ഉടമ്പടി മക്കളുടെ ജീവിത സാക്ഷ്യവും. സ്വന്തം കഴിവുകളും നേട്ടങ്ങളും പ്രദർശിപ്പിക്കാനുള്ള പ്രവണതയുള്ള ഈ ലോകത്ത്, ഈ കാലത്ത് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം ചെയ്തതിനെക്കുറിച്ച് സംസാരിക്കാനാണ്, ദൈവത്തെ പ്രകീർത്തിക്കാനാണ്, നന്ദി പറയുവാനാണ്. ബേബി ഫ്രാൻസിസ് എന്ന മക്കളും കൂടെ ഇവിടെ ഇന്ന് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് അമ്മയുടെ സന്നിധിയിൽ വന്ന് ദൈവത്തെ പ്രകീർത്തിക്കാനും ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ സാക്ഷിയായി തീരുവാനുമാണ് ഇന്ന് ഇവിടെ അമ്മയുടെ സന്നിധിയിൽ വന്നത്. ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ 18 വർഷം വീടിൻ്റെ മുറ്റത്തിന് വേണ്ടി ശ്രമിച്ചു. കേസ് ഹൈക്കോർട്ട് വരെ എത്തിയിരുന്നു. ഓരോ പ്രാവശ്യവും പല കാരണങ്ങളുമായി കേസ് മുന്നോട്ട് പോയി. സമയചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടി എടുത്ത ഉടനെ 60 ദിവസത്തിനുള്ളിൽ ആ കേസ് സെറ്റിലാക്കിയായിരുന്നു. 18 വർഷം അമ്മയ്ക്ക് 60 ദിവസമാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളായിട്ട്, വലിയ ഹെവി സഹിക്കുവാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടാണ്, നമ്മുടെ താങ്ങുവാൻ പറ്റാത്ത കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ആലയത്തിൽ വരുന്നത്. പക്ഷേ നമ്മുടെ അമ്മ, ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ നമ്മുടെ കാര്യങ്ങളെല്ലാം എത്ര പെട്ടെന്നാണ് നടത്തി കൊടുക്കുന്നത്. നമ്മളൊന്ന് പറഞ്ഞാൽ മാത്രം മതി. അമ്മയെല്ലാം തൻ്റെ പുത്രനോട് പറഞ്ഞ് കാനായിലെ കല്യാണത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ കുടുംബകാര്യങ്ങളെല്ലാം അമ്മ ചെന്ന് മകനോട് പറയുമ്പോൾ തന്നെ ഈശോ എല്ലാം നമുക്ക് നടത്തി തരികയാണ്. 18 വർഷമാണ് ടൈം ഷോർട്ടനിൻ്റെ അമ്മ 60 ദിവസത്തിനകം ആ ഒരു വലിയ കേസിൽ നിന്ന് ഇവരെ സെറ്റിലാക്കിയത്. പിന്നെ ഉണ്ടായിരുന്നത് മകളുടെ പുരവണിയായിരുന്നു. അത് ഈ അമ്മ ഏപ്രിൽ 30 എന്ന ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. നമുക്കറിയാം അമ്മ സമയചുരുക്കത്തിൻ്റെ അമ്മയാണ്. ആ വിശ്വാസത്തോടെയാണ് ഈ സഹോദരി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്.
അതും അതുപോലെ തന്നെ ഏപ്രിൽ 30 ഡേറ്റ് ഇട്ടത് ഏപ്രിൽ 29 ആ പുതിയ വീട്ടിൽ ഇവർക്ക് താമസിക്കാൻ സാധിച്ചു. ഇതെല്ലാമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണാൻ സാധിക്കുന്നത്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ പല വർഷങ്ങളായിട്ട് സഹിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിരുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകൾ വെറും ഒരു ഉടമ്പടിയിൽ, അതായത് 30 ദിവസം, 90 ദിവസം അല്ലെങ്കിൽ 60 ദിവസം, അത്രയും ദിവസത്തിനുള്ളിലാണ് അമ്മ എല്ലാം നമുക്ക് നടത്തി തരുന്നത്. നമുക്കൊരു കാര്യം മാത്രം ചെയ്താൽ മതി. ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, വിശ്വസ്തയോടെ അമ്മ പറയുന്ന പോലെ അമ്മ പറഞ്ഞു ചെയ്യുക, അവൻ പറയുന്നത് ചെയ്യുക എന്നാണ്. അതുമാത്രം നമ്മൾ ചെയ്താൽ മതി. വചനമനുസരിച്ച് ജീവിക്കുക, അനുദപിക്കുക. നമ്മുടെ ജീവിതത്തിലും പുത്തൻ വഴികൾ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്കും ഈശോയും അമ്മയും തുറന്നു തരും. ദൈവത്തിൻ്റെ നീതിയെ ഉയർത്തിക്കാട്ടിയാണ് ഈ മകൾ പറഞ്ഞ ആ സാക്ഷ്യം. 18 വർഷം ഉണ്ടായിരുന്ന കേസാണ് സെറ്റിലായത്. ദൈവത്തിൻ്റെ നീതി ഉയർത്തിക്കാട്ടാനും വിനയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കാനും ഉടമ്പടി നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും ദൈവമഹത്വമായി മാറ്റുവാനും ദൈവത്തിനെ മറ്റുള്ളവരെ അറിയിക്കുവാനുമുള്ള ഒരു വലിയ സാക്ഷിയായി തീരുവാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ബേബി ഫ്രാൻസിസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.